അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയറിലൊരു സ്കോഡയുടെ സൂപ്പർ വണ്ടിയുടെ ഒരു ECM കിറ്റ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ECM ഓൺ ആവുന്നില്ല എന്നായിരുന്നു കസ്റ്റമറുടെ പ്രശ്നം. അപ്പോൾ നമ്മൾ ശരിയാണ്, നമ്മൾ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഓൺ ആകുന്നില്ല. അപ്പം പ്രശ്നം അതല്ല. അപ്പം ആ ECM തുറന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ചേർത്തത്. ആ ECM നമ്മൾ തുറന്നപ്പോഴത്തേന് അതിനകത്തുനിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇത് വരാനുള്ളൊരു കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരുതിയുടെ ബ്രിസയാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ECM നിങ്ങൾക്ക് നോക്കാം, ഏറ്റവും ടോപ്പിലാണ് ഇതിരിക്കുന്നത്, ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ യാതൊരുവിധ കവറിങ്ങോ കാര്യങ്ങളോ ഇതിനകത്തില്ല. അതേപോലെ തന്നെ ഫ്യൂസ് ബോക്സ്, ABS മൊഡ്യൂളോ, ഇത് ABS മൊഡ്യൂളെല്ലാം ഈ ഇരിക്കുന്നതെല്ലാം ABS മൊഡ്യൂളാണ്. ഇതെല്ലാം വന്നിട്ട് കമ്പനിയിൽ നിന്ന് ഒരു റബ്ബർ കോമ്പൗണ്ട് വെച്ചിട്ട് സീൽ ചെയ്തിട്ടായിരിക്കും മിക്ക സാധനങ്ങളും ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെൻസേഴ്സിനെല്ലാം വെള്ളം കയറാതിരിക്കാനായിട്ട് ഒരു റബ്ബർ ഓറിങ് എല്ലാം അതിനകത്ത് ആ സെൻസറിൻ്റെ കപ്ലറിനകത്ത് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇവിടെങ്ങുമല്ല. ഈ വണ്ടി നല്ല ലോങ് ഡ്രൈവെല്ലാം ഓടിപ്പോയിട്ടോ അല്ലെങ്കിൽ വണ്ടി നല്ല ചൂടായിരിക്കുന്ന കണ്ടീഷനിലോ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു വാട്ടർ സർവീസിന് കൊടുക്കും. ഓക്കെ, വാട്ടർ സർവീസിന് കൊടുക്കുമ്പോൾ വണ്ടി അത് വന്നിട്ട് ഹീറ്റായിരിക്കുന്ന കണ്ടീഷനിൽ ആ റബ്ബർ ഓറിങ്ങുകളെല്ലാം വികസിച്ചിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഗ്ലൂവിൻ്റെ എല്ലാം ഒരു എന്താ പറയുന്ന ഒരു കാഠിന്യം വന്നിട്ട് കുറഞ്ഞിരിക്കും. ആ സമയത്ത് നമ്മൾ പ്രഷർ ഗൺ ഇട്ടിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തെല്ലാം വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. ഈ വെള്ളം കയറിയാൽ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഭീമമായൊരു ചിലവായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, കാരണം നമ്മുടെ വർക്ക് ഇതാണ്, നമുക്ക് ഇഷ്ടംപോലെ പണി കിട്ടുന്നതാണ്. എന്നും പറഞ്ഞാലും ചില കസ്റ്റമേഴ്സിൻ്റെ അവസ്ഥകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാകും മാനസികമായിട്ട്, ഇത്രയും ഒരു ചിലവിലോട്ട് പോകുന്നത് കാണുമ്പോൾ. അപ്പോൾ ആ ഒരു ചിലവ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം, എഞ്ചിൻ റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് വൈപ്പ് ചെയ്താൽ മതി. അല്ലാതെ ഒരു പ്രഷർ ഗണ്ണിട്ട് അടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചാൽ അത് മാത്രമല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്കൊരു തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കവറിങ്, അവിടെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അവിടെ എല്ലാം വെള്ളം അടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവിടുത്തെ അത് ഇപ്പോൾ നമ്മൾ ചെന്നിട്ട് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഒരു കവറിട്ട് ഫിറ്റ് ചെയ്തൊരു നാണക്കേടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നാണക്കേട് വിചാരിച്ചാൽ കാശ് പോകും. അപ്പോൾ കാശ് പോകണോ നാണക്കേട് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതേ ഉള്ളൂ. നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.